എല്ലാവർക്കും നമസ്തേ. നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾ അത് അംഗീകരിക്കാതെ ഗവർണർമാർ പിടിച്ചു വെക്കുന്നതിനെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ കേസിൽ ഇന്നലെ സുപ്രീം കോടതി വിധി പറഞ്ഞു. ആ വിധിയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഗവർണർമാർക്ക് ബില്ലുകൾ പിടിച്ചു വെക്കാൻ അധികാരമില്ല. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾക്കാണ് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം. ആ നിയമസഭകൾക്കാണ് ബില്ലുകൾ പാസ്സാക്കാനുള്ള അധികാരം. അങ്ങനെ പാസ്സാക്കുന്ന നിയമങ്ങൾ അത് അംഗീകരിക്കണം എന്നുള്ള രീതിയിലാണ് ഇന്നലെ സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നത്. വളരെ നല്ല കാര്യം. നമ്മൾ ജനാധിപത്യത്തെ അംഗീകരിക്കണം. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമനിർമ്മാണ സഭകൾ അംഗീകരിക്കുന്നതും അവിടെ പാസ്സാക്കുന്നതുമായ ബില്ലുകളെല്ലാം അംഗീകരിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇത് കേൾക്കുമ്പോഴാണ് ഏകദേശം 2015 ഒരു സുപ്രീം കോടതിയുടെ ഒരു വിധി നമ്മൾക്ക് ഓർമ്മ വരുന്നത്. അതായത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷനെ പാർലമെന്റ് നിശ്ചയിച്ചിരുന്നു. അതെന്തിനാണ് ആ കമ്മീഷൻ നിശ്ചയിച്ചത്? ഇപ്പോൾ സുപ്രീം കോടതിയിൽ ജഡ്ജിമാരെയും മറ്റു കോടതികളിലും ജഡ്ജിമാരെ നിയമിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ വേറെ സുപ്രീം കോടതി ജഡ്ജിമാർ ഉൾപ്പെടുന്ന കൊളീജിയമാണ് ജഡ്ജിമാരെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സുതാര്യമല്ലെന്നും അതിനകത്ത് സ്വജനപക്ഷപാതമുണ്ടെന്നും ഉള്ള കാരണങ്ങൾ കൊണ്ട് കേന്ദ്ര സർക്കാർ, അതായത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഈ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ കൊണ്ടുവന്നു കൊളീജിയത്തിന് പകരം. അതിനകത്തിൽ ചീഫ് ജസ്റ്റിസ് എക്സ് ഒഫീഷ്യോ ചെയർമാനായിരിക്കും. വേറെ അതിനുശേഷം മുതിർന്ന 2 ജഡ്ജിമാര്, കേന്ദ്ര നിയമമന്ത്രി, സമൂഹത്തിലെ പ്രമുഖരായിട്ടുള്ള 2 വ്യക്തികൾ ഇതിനകത്തിൽ ഈ കമ്മീഷനിലെ അംഗങ്ങളാണ്. അവരായിരിക്കണം ജഡ്ജിമാരെ തിരഞ്ഞെടുക്കേണ്ടത് എന്നായിരുന്നു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലിലുണ്ടായിരുന്നത്. ഈ ബില്ല് ലോക്സഭയും പാസ്സാക്കി, രാജ്യസഭയും പാസ്സാക്കി. അതായത് 2014 ഓഗസ്റ്റ് 13 ലോക്സഭ പാസ്സാക്കി, 15 രാജ്യസഭയും പാസ്സാക്കി. ഇത് രണ്ടും ഐക്യകണ്ഠേനയാണ് പാസ്സാക്കിയത്, ലോക്സഭയും രാജ്യസഭയും. അതിനുശേഷം 16 സംസ്ഥാന നിയമസഭകളും ഇതിന് അംഗീകാരം നൽകി. തുടർന്ന് അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഇത് ഒപ്പുവെച്ചതോടെ 2015 ഏപ്രിൽ 13 മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നു. എന്നാൽ ചില കക്ഷികൾ ഇതിനെതിരെ, 1-2 കക്ഷികൾ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നൽകി. എപ്പോഴും കാണുമല്ലോ ഈ എന്തെങ്കിലും നല്ല കാര്യം കൊണ്ടുവന്ന അതിനെ എതിർക്കുന്നവർ. അപ്പം എന്താണ് സംഭവിച്ചത്? 2015 ഒക്ടോബർ 16 സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഈ പാർലമെന്റ് പാസാക്കിയ നിയമം അസാധുവാക്കി. 5 അംഗ ഭരണഘടനാ ബെഞ്ചായിരുന്നു ഇത് നോക്കിയിരുന്നത്. ഈ ബെഞ്ചിലെ ജഡ്ജിമാരായ JS ഖേൽക്കർ, മദൻ ലോകൂർ, കുര്യൻ ജോസഫ്, ആദർശ് കുമാർ എന്നിവർ ഈ ബില്ലിനെ എതിർത്തപ്പോൾ ജഡ്ജി J ചെലമേശ്വർ ഇതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. കാരണം ഇത് ജനാധിപത്യപരമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള ജഡ്ജി തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ പാർലമെന്റിന്റെ ആ പരമാധികാരത്തെ, നിയമനിർമ്മാണ സഭയുടെ ആ പരമാധികാരത്തെ ആ ബെഞ്ചിലെ ഒരു ജഡ്ജി മാത്രം അംഗീകരിച്ചു. ബാക്കി 4 പേര്. ഇതിപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം, സുപ്രീം കോടതി പറഞ്ഞു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും നിയമസഭയ്ക്കുമാണ് പരമാധികാരം. അവർ പാസ്സാക്കുന്ന ബില്ലുകൾ അംഗീകരിച്ചേ മതിയാവൂ എന്ന് സുപ്രീം കോടതി ഇന്നലത്തെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ ശരിയായിട്ട് ചിന്തിച്ചാൽ
2015 സുപ്രീം കോടതി നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷന് എതിരായിട്ട് നടത്തിയ വിധി അസാധുവാകത്തില്ലേ? അത് നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരാണ് കേന്ദ്രം ഭരിച്ചിരുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത എം പിമാരാണ് അതിനെ വോട്ട് ചെയ്ത് അത് നിയമമാക്കിയത്. അപ്പോൾ അതല്ലേ നിയമം? സുപ്രീം കോടതി തന്നെ പറഞ്ഞല്ലോ പരമാധികാരം നിയമനിർമ്മാണ സഭകളാണെന്ന്. അങ്ങനെ ഉള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സംസ്ഥാന സർക്കാർ ആയാലും കേന്ദ്ര സർക്കാരായാലും എടുക്കുന്ന നടപടികൾ, ബില്ലുകൾ, അവർ പാസ്സാക്കുന്ന ബില്ലുകൾ, നിയമസഭയിലും പാർലമെന്റിൽ പാസ്സാക്കുന്ന ബില്ലുകൾ തീർച്ചയായിട്ടും അതാണ് നിയമം, അതാണ് വലുത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സാഹചര്യത്തിൽ തീർച്ചയായും കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? അവർ 2014 കൊണ്ടുവന്ന നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷനെ പുനഃസ്ഥാപിക്കുക. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അത് അസാധുവാക്കിയെങ്കിലും അത് അംഗീകരിക്കാതിരിക്കുക. കാരണം ജനങ്ങളാണ് ഇവിടുത്തെ പരമാധികാരികൾ. ജനാധിപത്യമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ അവരുടെ സർക്കാരും കൂടെ ചേർന്നൊരു നിയമം കൊണ്ടുവന്നാൽ അത് അസാധുവാക്കാൻ ഇവർക്ക് തന്നെ ആർക്കും അതിനെ പിടിച്ചു വെക്കാനോ തടയാനോ ഭരണഘടനാപരമായി കഴിയില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സുപ്രീം കോടതിക്കും നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കുന്നത് അസാധുവാക്കാൻ അധികാരമില്ല എന്നുള്ള കാര്യം ഇൻഡയറക്റ്റായിട്ട് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും കേന്ദ്ര സർക്കാർ അന്നത്തെ ആ ഭേദഗതി ഉടനടി നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ആരംഭിക്കേണ്ടത്. സുപ്രീം കോടതി അന്ന് അങ്ങനെ പറഞ്ഞു, ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോഴത്തേതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. സുപ്രീം കോടതിക്കായിട്ട് ആർക്കും അതിന് അധികാരമില്ല. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമത്തെ അസാധുവാക്കുന്നതിനായി ഇനിയും സർക്കാർ കൊണ്ടുവരേണ്ട വേറൊരു നിയമം കൂടുണ്ട്. പാർലമെന്റുകൾ പാസ്സാക്കുന്ന നിയമത്തിനെതിരെ ഒരു ഹർജി വന്നാൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമനിർമ്മാണവും നിർബന്ധമായിട്ടും അടിയന്തരമായിട്ടും ഉടനടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന് പാസ്സാക്കിയിരിക്കണം. ഇല്ല എങ്കിൽ ഈ ജനങ്ങൾ എടുത്ത സർക്കാർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ കോടതി ഹർജികളിൽ കൂടി തടസ്സമുണ്ടായി സ്റ്റേയും വാങ്ങി ദിവസങ്ങളോളം വർഷങ്ങളോളം അത് നടപ്പാക്കാൻ കഴിയാതെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നിലപാടിനി ഉണ്ടായിക്കൂടാ. അത്തരം സാഹചര്യം ഇനി ഉണ്ടായിക്കൂടാ. അതിനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ അടിയന്തിരമായി സ്വീകരിക്കണം. ജനാധിപത്യത്തിൽ ഏതേലും ഒരു പാർട്ടിയെ ഭരണത്തിലേറ്റുന്നത് അവരുടെ തങ്ങളുടെ നയങ്ങൾ ഇതാണ്, തങ്ങൾ അധികാരത്തിലേറിയാൽ ഇക്കാര്യങ്ങളൊക്കെയാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാണ് ജനങ്ങളുടെ മുന്നിലെത്തുന്നത്. അത് അംഗീകരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് വോട്ട് ലഭിക്കുന്നതും ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുന്നതും അവർ അധികാരത്തിൽ വരുന്നത്. തീർച്ചയായും ജനങ്ങളുടെ അഭിലാഷം അതാണ് എന്ന് നമ്മൾക്ക് ഉറപ്പിക്കാം. അതനുസരിച്ച് ആ അധികാരത്തിലേറുന്ന സർക്കാർ ഒരു നയം കൊണ്ടുവന്നാൽ, ഒരു നിയമം കൊണ്ടുവന്നാൽ അതിനെ സുപ്രീം കോടതി ഒരു രീതിയിലും അതിനെ എതിരായി നിന്നുകൂടാ എന്നുള്ളത് നിയമം മൂലം നമ്മൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം. ഈ ജഡ്ജിമാരും മനുഷ്യരാണ്, അവർക്കും പലവിധ പരിഗണനകൾ ഉണ്ടാകും. രാഷ്ട്രീയമായിട്ടാണെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് പല ജഡ്ജിമാരും അതനുസരിച്ചാണ് വിധി പ്രഖ്യാപനങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് വിധികൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കുന്നതിന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമനിർമ്മാണ സഭകളുടെ തീരുമാനങ്ങളിൽ, അധികാരങ്ങളിൽ
കോടതികൾക്ക് കൈ കടത്താൻ പറ്റില്ല എന്നുള്ള നിയമം കർശനമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന്, നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് അടിയന്തരമായി ചെയ്യേണ്ടത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മുടെ ഉപരാഷ്ട്രപതി തന്നെ പറഞ്ഞിരുന്നു കോടതികൾ രാജ്യം ഭരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം എന്താണ്? അദ്ദേഹത്തിനെ കൊണ്ട് അത് പറയാൻ നിർബന്ധിതമാക്കിയത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. കോടതികൾ പല കാര്യങ്ങളിലും ഭരണകാര്യങ്ങളിൽ കൈകടത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം. അതൊരിക്കലും നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും അഭിലഷണീയമല്ല, അത് അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് കോടതികൾ സ്വയം അതിന് തയ്യാറാകാത്തിടത്തോളം കാലം നിയമനിർമ്മാണത്തിലൂടെ തന്നെ ഇത്തരം കാര്യങ്ങളിലുള്ള കോടതികളുടെ കൈകടത്തലുകളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.